താനും ഇത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നത് എവിടെ പോകാനാണെന്നല്ലേ? ഞങ്ങളൊരു കുഞ്ഞു ട്രിപ്പ് പോവാണ് കേട്ടോ. എവിടാണെന്നല്ലേ? തനുവിന് ടി വിയിൽ സ്നോയൊക്കെ കാണുന്ന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാർട്ടൂണൊക്കെ കാണുമ്പോൾ പറയും നമുക്ക് അവിടെ പോയാലോ. അപ്പൊ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു ട്രിപ്പ് കാശ്മീരിലോട്ടാണ് കേട്ടോ പോകുന്നത്. തനുവിന് മാത്രമല്ല എൻ്റെ ഫേവറേറ്റ് ആയിട്ട് പോകണമെന്നുള്ള ഒരു പ്ലേസ് കാശ്മീരാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മഞ്ഞ് കാണണോ എന്നൊക്കെ ഉള്ളത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങളുടെ ട്രിപ്പ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത കൊച്ചിയിൽ നിന്നായിരുന്നു കേട്ടോ. കൊച്ചി ടു ഡൽഹിയിലാണ് പോകാനായിട്ട് പ്ലാൻ ചെയ്തത്. ബിക്കോസ് നമുക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ഇപ്പം നിൽക്കുന്നത് ഹൈദരാബാദാണ്. അപ്പോൾ ഹൈദരാബാദ് നമ്മൾ കുറച്ച് നേരം നൈറ്റ് നമുക്ക് നിൽക്കേണ്ടി വന്നു കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഡൽഹിയിൽ നമുക്കൊരു 1 ഡേ നിൽക്കേണ്ട ഒരു ആവശ്യമുണ്ട്, ഒരു മീറ്റിംഗ് ഉണ്ട് ആൾക്ക്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കത്തുള്ളൂ. ഞങ്ങൾ ഇവിടെ ഹൈദരാബാദ് ഇറങ്ങിയിട്ട് ലോഞ്ചിലോട്ട് കയറാൻ പോവാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു 4 മണിക്കൂർ ലേവറുണ്ട്. അപ്പോൾ ലേവർ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് നേരം ലോഞ്ചിലിരുന്ന് അവിടെ നിന്ന് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഫ്ലൈറ്റ് ടൈം ആകുമ്പോൾ പുറത്തിറങ്ങിയാൽ മതിയല്ലോ. അപ്പോൾ അങ്ങോട്ട് കയറാം. അങ്ങനെ ഞങ്ങൾ ലോഞ്ചിൽ കയറാമെന്ന് വിചാരിച്ചേ. ഹൈദരാബാദ് എയർപോർട്ടിലായിരുന്നു ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ലോഞ്ചിൽ കയറുന്നത്. ഞങ്ങളുടെ നെക്സ്റ്റ് ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയതുകൊണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അതുപോലെ ഇവിടുത്തെ ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. അൺലിമിറ്റഡ് ഫുഡാണ്. പക്ഷെ നമുക്ക് നൈറ്റ് ആയതുകൊണ്ടായിരുന്നു നമുക്ക് ഒരുപാട് കഴിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നേ. പിന്നെ ഹൈദരാബാദ് സ്പെഷ്യൽ ആയിട്ടുള്ള കുറേ സ്വീറ്റ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ എയർപോർട്ടിലെ ഷോപ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്യാവശ്യം നല്ല റേറ്റ് ആയതുകൊണ്ട് ഞങ്ങളൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡൽഹിയിലെത്തി. അവിടെ 1 ഡേ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞാണ് ഞങ്ങൾ ഞങ്ങളുടെ പ്ലാനും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ISBT കാശ്മീർ ഗേറ്റിന്റെ അവിടെ ആയിരുന്നു നമ്മൾ സ്ലീപ്പർ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളും ഒക്കെ കുറച്ച് മിസ്സിംഗ് ആണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മളത് ബസ്സിൽ നിന്ന് നേരെ ജമ്മുവിലെത്തി. അവിടെ നിന്ന് നമ്മൾ ഷെയർ ടാക്സിയിലാണ് പിന്നെ നമ്മൾ ശ്രീനഗറിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ശ്രീനഗറിലെത്താൻ ഏകദേശം ഇനി 2 മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ പോകുന്ന വഴിയൊക്കെ ഇങ്ങനെ മലമുകളിലൊക്കെ മഞ്ഞൊക്കെ കുറച്ചായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ നമ്മുടെ ടാക്സി ഡ്രൈവർ പറഞ്ഞു ഇങ്ങനെയൊന്നും അല്ല, ഇവിടെ ഫുള്ള് മഞ്ഞായിരിക്കും, നിങ്ങൾ ഈ ഒരു ടൈമിൽ വന്നതുകൊണ്ടാണ് കാണാൻ പറ്റാത്തതെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഹാപ്പി അല്ലാതിരിക്കുമായിരുന്നു. പക്ഷെ നമുക്ക് പോകുന്തോറും മഞ്ഞ് മൂടി കിടക്കുന്ന ചില ഭാഗങ്ങളിലൊക്കെ മഞ്ഞൊക്കെ നമുക്ക് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. മഞ്ഞൊക്കെ വീഴണം ഇതിലൊരു ഡിസംബർ ഇപ്പോൾ കറന്റ് എങ്ങനെയുണ്ട് നമ്മളുടെ കാശ്മീരിലെ ഓരോ കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് പോയിട്ട് നോക്കിയിട്ട് ഇനിയുള്ള വീഡിയോസിൽ കാണാം. അങ്ങനെ ഫൈനലി ഞങ്ങൾ ശ്രീനഗറിലെത്തി കേട്ടോ. അടിപൊളി തണുപ്പായിരുന്നേ. നമ്മൾ ഈ പോകുന്ന പോർഷനിലൊക്കെ ചിലയിടത്ത് നമ്മൾ മഞ്ഞൊക്കെ കിടക്കുന്ന കാണാം. അപ്പോൾ അതൊക്കെ കിടക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഒന്ന് അവിടെയൊക്കെ ഇറങ്ങിയാലോ എന്ന് വിചാരിക്കും. പക്ഷെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ അങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ ആ പോകുന്ന ഇടത്ത് ആ ഒരു വിഷ്വൽസും കാര്യങ്ങളും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ശ്രീനഗർ കാണാൻ തന്നെ ഒരു വേറൊരു ലുക്കാണ്, നല്ല അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ട്രാവൽ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള RB ട്രാവലേഴ്സ് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ റൂമിലൊക്കെ എത്തി ഫ്രഷ് ഒക്കെ ആയിട്ട് ഈവനിങ് ഒന്ന് ഇവിടുത്തെ ഈ ശ്രീനഗറിലെ സ്ട്രീറ്റിലൊക്കെ ഒന്ന് പോവാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഭയങ്കര ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു പ്ലേസിലാണ് കേട്ടോ നിൽക്കുന്നത്, ലാൽ ചൗക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ലൊരു ഭംഗിയാണ് കേട്ടോ കാണാനൊക്കെ. എല്ലാവരും ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. അപ്പം ഞങ്ങളും കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ അവിടുത്തെ സ്ട്രീറ്റ് ഫുഡൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ മാർക്കറ്റ് ഏരിയാസ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് റേറ്റ് കുറഞ്ഞ് ചീപ്പ് റേറ്റാണ് ഇവിടെ. നമുക്ക് ജാക്കറ്റ്സ് ആണെങ്കിലും നമുക്ക് കുറേ ഡ്രസ്സസ് ഒക്കെ ആണെങ്കിലും ഇവിടുത്തെ ആ ഒരു തണുപ്പിനനുസരിച്ചുള്ള മെറ്റീരിയൽസ് നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടും. പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ആ ഒരു ജാക്കറ്റ്സും കാര്യങ്ങളും ഒക്കെ ഇവിടെ അതുകൊണ്ട് ഒരു യൂസും ഇല്ല കേട്ടോ. ഇവിടുത്തെ ആ ഒരു തണുപ്പിന് അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. നമുക്ക് ഇവിടുത്തെ ഒരു മെറ്റീരിയൽ അത് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. ചീപ്പ് റേറ്റിന് ഇവിടെ കിട്ടുകയും ചെയ്യും. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ പിറ്റേ ദിവസം നമ്മൾ സോനമർഗിലാണ് കേട്ടോ പോകാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ വിഷ്വൽസും കാര്യങ്ങളും ഒക്കെ നെക്സ്റ്റ് പാർട്ടിലായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.